ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിലെ ചോദ്യോത്തരങ്ങൾ 4-ാം ഭാഗം 48-ാം അധ്യായത്തിൻ്റെ തുടർച്ചയും 49-ഉം 50-ഉം അധ്യായം മുഴുവനായും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വചനഭാഗം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 131. യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനർസ്ഥാപിക്കുന്നതിനു വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ആരെക്കുറിച്ച്? ജെറമ്യ, ഏലിയ, യെശയ്യാ. ഉത്തരം ഏലിയ. 132. ആരാണ് അസിറിയക്കാരുടെ പാളയം തകർത്ത് എന്ന് പ്രഭാഷകൻ 48:21 പറയുന്നത്? കർത്താവ്, ജെറമ്യ, ഏലിയ. ഉത്തരം കർത്താവ്. 133. കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് വെളിപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ: ഹെസക്കിയ, എലീശ, ഏലിയ. ഉത്തരം എലീശ. 134. 49-ാം അധ്യായം. ആരുടെ സ്മരണയാണ് സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമെന്ന് പ്രഭാഷകൻ 49:1 പറയുന്നത്? ഓപ്ഷൻ: സോളമൻ, ദാവീദ്, യോസിയ. ഉത്തരം യോസിയ. 135. ഉത്തമ മാർഗത്തിൽ ചരിക്കുകയും ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിൻ്റെ മ്ലേച്ഛത നീക്കിക്കളയുകയും ചെയ്തത് ആര്? ഓപ്ഷൻ: ജെറമ്യ, യോസിയ, എസെക്കിയേൽ. ഉത്തരം യോസിയ. 136. പാപത്തിൽ മുഴുകാത്തവർ ആരെല്ലാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദാവീദ്, ഹെസക്കിയ, യോസിയ. ഉത്തരം ഇവരും 3 പേരും ഉണ്ട്. ദാവീദ്, ഹെസക്കിയ, യോസിയ. പാപത്തിൽ മുഴുകാത്തവർ. 137. എങ്ങനെയാണ് യൂദ രാജവംശം അസ്തമിച്ചത്? യുദ്ധം കൊണ്ട് ക്ഷയിച്ചു, അത്യുന്നതൻ്റെ നിയമം അവർ ലംഘിച്ചു, ക്ഷാമമുണ്ടായി. ഉത്തരം: അത്യുന്നതൻ്റെ നിയമം അവർ ലംഘിച്ചു. 49:4. 138. തങ്ങളുടെ മഹത്വവും അധികാരവും അന്യജനതയ്ക്ക് അടിയറവ് വെച്ചത് ആര്? ഓപ്ഷൻ: യൂദ രാജവംശം, ബെഞ്ചമിൻ ഗോത്രം, ദാൻ ഗോത്രം. ഉത്തരം: യൂദ രാജവംശം. വാക്യം 49:5. 139. ചോദ്യം: ആര് പ്രവചിച്ചതുപോലെയാണ് ജനത തെരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീ വെച്ചത്? ഓപ്ഷൻ: ഏലിയ, യെശയ്യാ, ജെറമ്യ. ഉത്തരം ജെറമ്യ. 49:6. 140. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാര്? ഓപ്ഷൻ: എസെക്കിയേൽ, യെശയ്യാ, ജെറമ്യ. ഉത്തരം ജെറമ്യ. 49:7. 141. ഹൊരൂബുകളുടെ രഥത്തിനുള്ളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് ആര്? ഓപ്ഷൻ: ഏലിയ, ജെറമ്യ, എസെക്കിയേൽ. ഉത്തരം എസെക്കിയേൽ. 49:8. 142. എത്ര പ്രവാചകന്മാരുടെ അസ്ഥികൾ ശവകുടീരങ്ങളിൽ നിന്നും പുനർജനിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 49:10 പറയുന്നത്? ഓപ്ഷൻ: 10, 14, 12. ഉത്തരം 12. ആരാണ് യാക്കോബിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത്? 12 പ്രവാചകന്മാർ, 12 ന്യായാധിപന്മാർ, രാജാക്കന്മാർ. ഉത്തരം 12 പ്രവാചകന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 144. ആരാണ് വലതുകൈയിലെ മുദ്ര പോലെ എന്ന് പ്രഭാഷകൻ 49 പറയുന്നത്? ഓപ്ഷൻ: എസെക്കിയേൽ, ജെറമ്യ, സെറുബാബേൽ. ഉത്തരം സെറുബാബേൽ. 145. കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി ആലയം പണിതുയർത്തിയത് ആര്? ഓപ്ഷൻ: യോശുവ, സോളമൻ, യോവാക്യം. ഉത്തരം യോശുവ. വാക്യം 49:12. 146. ആരാണ് വീണുപോയ കോട്ടകൾ പുനരുദ്ധരിക്കുകയും വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തത്? ഓപ്ഷൻ: എസെക്കിയേൽ, സെറുബാൽ, നെവാക്യം. ഉത്തരം നെവാക്യം. 147. ആരാണ് ഭൂമിയിൽ നിന്നും സംഭവിക്കപ്പെട്ടത്? ഹെനോക്ക്, ഏലിയ, യെശയ്യാ.
ഉത്തരം ഹെനോക്ക്. 49:14. 148. ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? അബ്രഹാം, യാക്കോബ്, യോസഫ്. ഉത്തരം ജോസഫ്. 149. ആരാണ് ബഹുമാനിതന്മാർ എന്ന് പ്രഭാഷകൻ പറയുന്നത്? മോശ, അഹറോൻ, ജോസഫ്, ബെഞ്ചമിൻ, ഷേമും സേത്തും. ഉത്തരം ഷേമും സേത്തും. 150. സൃഷ്ടികൾക്കെല്ലാം ഉപരി ആരാണ്? ഓപ്ഷൻ: മോശ, അബ്രഹാം, ആദം. ഉത്തരം ആദം. പ്രഭാഷകൻ 50-ാം അധ്യായം. 151. പ്രധാന പുരോഹിതനായ ശിമെയോൻ ആരുടെ പുത്രനാണ്? ഓപ്ഷൻ: അഹറോൻ്റെ, ഫിനെഹാസിൻ്റെ, ഓനിയാസിൻ്റെ. ഉത്തരം ഓനിയാസിൻ്റെ. 152. ആരാണ് സഹോദരങ്ങൾക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരിക്കുന്നത്? ഓപ്ഷൻ: ശിമെയോൻ, ജോസഫ്, അഹറോൻ. ഉത്തരം ശിമെയോൻ. വാക്യം 50:1. ക്വസ്റ്റ്യൻ നമ്പർ 153. ആരുടെ കാലത്താണ് സമുദ്രം പോലെ വിശാലമായ ജലസംഭരണികൾ കുഴിച്ചത്? സാമുവൽ, ജോസഫ്, ശിമെയോൻ. ഉത്തരം ശിമെയോൻ. വാക്യം 50:3. 54. പ്രഭാഷകൻ 50:6 മുതൽ 10 വരെ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ: സോളമൻ, ശിമെയോൻ, ജോസഫ്. ഉത്തരം ശിമെയോൻ. 155. ആരുടെ പുത്രന്മാരാണ് തങ്ങളുടെ സർവ്വ വിഭൂഷണങ്ങളോടും കൂടി കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലെടുത്തത്? അഹറോൻ്റെ, ഫിനെഹാസിൻ്റെ, ലേവിയുടെ. ഉത്തരം അഹറോൻ്റെ. 50:13. 156. ജനം അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് എന്തു ചെയ്തു? സാഷ്ടാംഗം വീണു, കുമ്പിട്ടു നിന്നു, കൈകൾ ഉയർത്തി. ഉത്തരം സാഷ്ടാംഗം വീണു. വാക്യം 50:17. 157. അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ കുമ്പിട്ടു നിന്ന ജനത്തെ ആരാണ് കൈകൾ ഉയർത്തി ആശീർവദിച്ചത്? ഓപ്ഷൻ: അഹറോൻ, ഫിനെഹാസ്, ശിമെയോൻ. ഉത്തരം ശിമെയോൻ. 158. രണ്ട് ജനതകൾ നിമിത്തം ഞാൻ വളരെ ഏറെ ക്ലേശിക്കുന്നുവെന്ന് പ്രഭാഷകൻ ഏത് ജനത്തെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം സേർ മലയിൽ വസിച്ചവരും ഫിലിസ്ത്യരും. വാക്യം 50:26. ഇതിന് വേറെ ഓപ്ഷൻ ഇല്ലാതെ ഉത്തരം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 151. മൂന്നാമത്തെ ജനത ജനതയെയല്ലെന്ന് പ്രഭാഷകൻ ഏത് ജനതയെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ഷെക്കീമിലെ മൂഢജനത. വാക്യം 50:26. 160. പ്രഭാഷക ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? എലിയാസറിൻ്റെ മകൻ, സിറാക്കിൻ്റെ പുത്രൻ യേശുവ. 50:27. 161. ഗ്രന്ഥകാരൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുന്നവൻ എന്താകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ജ്ഞാനിയാകും. 50:28. പ്രിയ സഹോദരങ്ങളെ, ഈ എപ്പിസോഡോടുകൂടി പ്രഭാഷകൻ്റെ ഗ്രന്ഥം സമാപിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി.